മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇതെല്ലാം നടക്കുന്നത് നമ്മൾ ഞെട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് ഉത്തരേന്ത്യയിലല്ലേ, അത് അങ്ങ് മധ്യപ്രദേശിലല്ലേ, അങ്ങ് കാശ്മീരിലല്ലേ എന്ന് ചോദിക്കുന്ന സ്ഥാനത്ത് ഇത് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഒരു അയൽവാസി ആയിരിക്കാം ചിലപ്പോൾ നമ്മളിനി വെട്ടിക്കൊലപ്പെടുത്താൻ പോകുന്നത്. ആ ഒരു ഭീതിയിലാണ് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ ഇന്ന് കഴിയുന്നത്. വാർത്താ ചാനലുകൾ മുഴുവൻ എടുത്താൽ കൊലപാതകങ്ങളും പീഡനങ്ങളും മാത്രം. അത് അരങ്കൊലകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒറ്റയടിക്കാണ് 5 പേരെ, ഒരു ഫാമിലിയിൽ 5 പേരെ തീർത്ത് കളഞ്ഞത്. അതെ, വെറും രാവിലെ 11 മണി തുടങ്ങി എന്തോ ജോലിക്ക് പോയിട്ട് ചെയ്ത് തീർത്തിട്ട് വരുന്ന പോലെ അതേ ലാഘവത്തോടെയാണ് 11 മണിക്ക് തുടങ്ങി 6 മണി കൊണ്ട് 5 പേരെന്നുള്ളത് പിന്നീടാണ് ഈ പ്രതി പറയുന്നത്. 6 പേരെ കൊലപ്പെടുത്തിയെന്നുള്ള അഭിമാനപൂർവ്വമാണ് ആള് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിയത്. ശരിക്കും എങ്ങനെയാണ് ഒരാൾക്ക് ഒരു മനുഷ്യ ജീവനോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ കഴിയുന്നത്? നമ്മൾ ഈ ഒരു 2025 അല്ലെങ്കിൽ 2024 ഡിസംബർ 31 മുതൽ ഇന്ന് ഈ ഫെബ്രുവരി ഈ സമയം വരെ എടുത്തു നോക്കിയാൽ എത്ര കൊലപാതകങ്ങളാണ്. മുൻപ് ശാരീരിക ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ 2 ആ ഒരു പരമ്പര അല്ലെങ്കിൽ അതായിരുന്നു ട്രെൻഡിങ്ങിൽ. ഇപ്പോൾ അത് മാറി 4ഉം 5ഉം അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. നമ്മൾ ഈ അടുത്തിടെയാണ് പറഞ്ഞത് എറണാകുളം ചേന്ദമംഗലത്ത് നടന്ന സംഭവം. ഇതെല്ലാം അറ്റ് ദ എൻഡിൽ ചൂണ്ടിക്കാട്ടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ലഹരിയിലേക്കാണ്. പക്ഷേ അപ്പോഴും ലഹരിയെ മാത്രം നമുക്കിതിന് കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പോൾ ഈ പയ്യൻ എന്ന് പറയുന്നത് അവൻ്റെ പേരെങ്ങനെ? അഫാനും അവൻ്റെ അനിയൻ്റെ പേര് അല്ലേ? ആ ഒരു 13 വയസ്സുള്ള അനിയൻ. ഒരു ഫാമിലിയിൽ ഒന്ന് ആലോചിക്കുക. നമ്മളൊക്കെ പണ്ട് മുത്തശ്ശൻ അല്ലെങ്കിൽ ചിറ്റമ്മ, ചെറിയച്ഛൻ അല്ലെങ്കിൽ ഉപ്പൂപ്പ എന്നൊക്കെ പറയുമ്പോൾ, അല്ല അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ ഭയവും സ്നേഹമാണ്. അതായത് ഒരു വാത്സല്യത്തിന്റെ ഡെഫിനേഷൻ നിന്ന് മാറിയിരിക്കുന്നു അല്ലേ? കാരണം ഇത് അവന്റെ പുറത്തൊരാളെ അല്ല. പിന്നെ കൂടാതെ കാമുകി. ഇവിടെ കാമുകിമാരെ കൊല്ലുന്ന ഒരു എന്താ പറയുന്നത്, ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണല്ലോ. ഇപ്പൊ കാമുകനെ കാമുകി കൊല്ലുക, കാമുകിയെ കാമുകൻ കൊല്ലുക. എന്നാലും ആ കുട്ടി ഒരു ഏറ്റവും നല്ല മിടുക്കിയായിട്ടുള്ള ഫർസാന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവൻ്റെ പെൺസുഹൃത്ത്, വർഷങ്ങളെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി, അവളെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി. അതും ഇതുവരെ ചുള്ളൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം കൊന്നത്? ഇതിന് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് വെട്ടി കൊലപ്പെടുത്തി കളഞ്ഞത്. അതും ഒറ്റ ആയുധം കൊണ്ട്, ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് കൊല്ലുക, വികൃതമാക്കി കൊല്ലുക എന്ന രീതിയിൽ. എല്ലാവരും ആദ്യം വിചാരിച്ചത് ഇവൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയി. പക്ഷേ മയക്കുമരുന്നിന് അഡിക്റ്റ് അല്ലെന്നാണ് പറയുന്നത്. മയക്കുമരുന്ന് ഉപയോഗമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇവൻ 4 കൊല ചെയ്തതിന് ശേഷം ഇവൻ ബാറിൽ പോയി മാന്യമായി അങ്ങ് മദ്യപിച്ചു. അതായത് ഏതാണ്ട് ഉത്സവത്തിനോ ഏതോ പെരുന്നാളിനോ പള്ളി പെരുന്നാളിനോ ഒക്കെ പോയതിന് പോലെ. അതേ ലാഘവത്തോടാണല്ലോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നതും. ആരും അറിഞ്ഞിരുന്നില്ല, വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അതായത് ഈ പറയുന്ന പ്രതിയായ 23-കാരൻ സഞ്ചരിച്ച ഓട്ടോയിലെ ആള് പറയുന്നുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അവിടെ വെച്ച് കണ്ട സുഹൃത്തുക്കളോട് ഞാനൊന്ന് സൈൻ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നത്. ഇവൻ പോലീസുകാർക്ക് പോലും ഞാൻ 6 കൊലപാതകം ചെയ്തിട്ടാണ് വരുന്നത് എന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നല്ലേ ആദ്യം ചിന്തിക്കുള്ളൂ. പിന്നെ അവര് അന്വേഷിച്ചു, സത്യമാണെന്ന് ഉറപ്പിച്ചു. ആ അന്വേഷണത്തിന്റെ പുറത്താണ് ഈ അമ്മയ്ക്ക് ജീവനുണ്ട്. അത് പ്രതി അറിയുന്നില്ല, സ്വന്തം അമ്മയെ കൊല ചെയ്തിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നതെന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ ഈ പോലീസുകാർ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അമ്മയ്ക്ക് ജീവനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഈ പറയുന്ന ഈ പെൺസുഹൃത്തിന്റെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവൻ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വർണത്തിന് വേണ്ടിയൊക്കെയാണ് ഇത് ചെയ്തെന്ന് പറഞ്ഞത്. ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് എന്തിനാണ് ഇത്രയേറെ പണം ശരിക്കും? അതെ, ഇവൻ 22 വയസ്സല്ലേ, 23 വയസ്സ്. അതിനിടയ്ക്ക് ഒരു പെൺസുഹൃത്തുണ്ട്. ഈ പറയപ്പെടുന്നു ഈ പെൺസുഹൃത്തിന്റെ വീട്ടുകാരുമായി സംസാരിച്ച് കല്യാണം സമ്മതിച്ച് തരാം എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതങ്ങനെ പറയുന്നുണ്ട്. കെമിസ്ട്രി പെൺകുട്ടി പഠിച്ചിരുന്നു, ചെറുപ്പം തൊട്ടേ അറിയാവുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവൻ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇറങ്ങിയത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ കാണാം, ഇവർ വീട്ടുകാർ അറിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു പ്രണയമായിരുന്നു ഇവർ തമ്മിലുള്ളത്. പക്ഷെ സ്വന്തം ഉമ്മയാണ് അവൻ അതിക്രൂരമായി ആദ്യം കൊല്ലാൻ ശ്രമിച്ചു. മരിച്ചു എന്ന് കരുതി തന്നെയാണ് ഇവൻ അടുത്ത കൊലപാതകത്തിലേക്ക് കടന്നത്. അതും സ്വന്തം അനിയൻ എന്ന് പറഞ്ഞാൽ ആ ടീച്ചർ പൊട്ടിക്കരയാണ്. ആ കുട്ടിയില്ല, ഇവൻ അനിയനെയാണല്ലോ ഇവൻ ചുറ്റുകൊണ്ട് അടിച്ചു വന്നത്. ആ സ്കൂളിലെ ടീച്ചർ പൊട്ടിക്കരയാണ്. കാരണം അവനെ വൈകുന്നേരം വരെ നല്ലൊരു കുട്ടിയായിരുന്നു, എല്ലായ്പ്പോഴും ചിരിക്കുന്ന മുഖമുള്ള ആ ഒരു കുട്ടിയാണ് അവന്റെ അനിയൻ. അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കുഴിമന്തി മേടിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. അത് ഇഷ്ടമുള്ള ഭക്ഷണമാണ്. അത് കഴിക്കാൻ പോലും സമ്മതിക്കാതെ താഴത്തെ നിലയിൽ വെച്ച് അവനെ അടിച്ചു കൊല്ലുമായിരുന്നു ചെയ്തത്. സത്യത്തിൽ എനിക്ക് ലജ്ജ തോന്നുന്നു പറഞ്ഞു. കാരണം നമ്മൾ എല്ലാ ദിവസവും വന്നിരുന്നിട്ട് ഈ കൊലപാതകങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാനുള്ളൂ. കാരണം മലയാളികൾ ഇതൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മലയാളികൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കണം, ഈ പറയുന്ന പോലെ നമ്മുടെ ജനത അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇങ്ങനെ തരം താണുകൊണ്ടിരിക്കുകയാണെന്ന്, അതൊരു ഭീതിജനകമായ കാര്യമാണെന്ന്. അതായത് നമ്മുടെ വീട്ടിൽ സംഭവിച്ചില്ല, അയ്യോ എൻ്റെ അനിയനല്ലല്ലോ ഇത് ചെയ്തത്, അല്ലെ എൻ്റെ അമ്മയല്ലല്ലോ ഇത് ചെയ്തത്, എൻ്റെ അമ്മയ്ക്കല്ലല്ലോ ഇത് പറ്റിയെന്ന ചിന്ത, അത് മാറ്റുക.
ഇനി അങ്ങനെ ഒരുപക്ഷെ ചിന്തിച്ചെന്ന് വരില്ല. കാരണം തുടരെ തുടരെ ഇത് തന്നെ കേൾക്കുമ്പോൾ ഏത് മനുഷ്യനാണെങ്കിലും മരവിച്ചു പോകും, ചിന്തിക്കും. തലയ്ക്ക് കുറച്ച് ബോധവും ബുദ്ധിയും ഉള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കും. മറ്റത് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഇതിനപ്പുറം ക്രൈമുകൾ നടത്തുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതൊരു കോമ്പറ്റീഷനോ മത്സരമോ ഒന്നും അല്ല. ഇത് ശരിക്കും ഇവിടെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അത് തുടർച്ചയായി നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന 23 വയസ്സുള്ള ഈ അഫാന് ആദ്യം അമ്മയെ അടിച്ചു കൊന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചുറ്റികയ്ക്ക് അടിച്ച് കൊലപാതകം ചെയ്ത് വീട് പൂട്ടിയിട്ട്, റൂം പൂട്ടിയിട്ട്, ഗേറ്റും പൂട്ടിയിട്ട് 30 കിലോമീറ്റർ അകലെയുള്ള അല്ലെങ്കിൽ 25 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ താമസിക്കുന്ന സ്വന്തം അച്ഛന്റെ അമ്മയുടെ അടുത്ത് ചെല്ലുന്നു, പണം ചോദിക്കുന്നു, ഇല്ല എന്ന് പറയുന്നു. അതായത് മുൻപൊരു മോതിരം എന്തോ കൊടുത്തിട്ടുണ്ട്, പൈസ കൊടുക്കാറുണ്ട്, മാല ചോദിച്ചു, വീണ്ടും പണം ചോദിച്ചു, അതിന് വിസമ്മതിച്ചപ്പോൾ അടിച്ചു കൊന്നു. ഈ പറയുന്ന ആള് എങ്ങനെയാണ് സ്വന്തം പിതാവിന്റെ സഹോദരന്റെ അടുത്തേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമോശത്തിന് സ്വന്തം അമ്മയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പം ഒന്ന് അഫാനെ വിളിച്ചു പോയി. എവിടെയെന്ന് അന്വേഷിച്ചു, ഉമ്മനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എവിടെയെന്നൊന്ന് അന്വേഷിച്ചു പോയി. ആ ഒരു അന്വേഷണത്തിന്റെ പുറത്തായിരിക്കാം മേ ബി ഇങ്ങനെ ഒരാളുടെ കാര്യം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു. നേരെ അങ്ങോട്ട് പോവുകയും അവരെ, ഭാര്യയും ഭർത്താവിനെ, അതായത് സ്വന്തം പിതാവിന്റെ സഹോദരനെയും ഭാര്യയും അതിക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തി. അതിനുശേഷമാണ് ഈ കുട്ടീനെ വിളിച്ചു വരുത്തുന്നു, അല്ലെ? ഇവന്റെ വാപ്പ എന്ന് പറയുന്നത് ഗൾഫിലായിരുന്നല്ലോ, വർഷം സൗദിയിൽ എങ്ങാണ്ടായിരുന്നു, പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇനി എന്താണ് ഇവന്റെ യഥാർത്ഥ മോട്ടീവ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇവൻ മാനസിക വിഭ്രാന്തിയൊക്കെ കാണിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും ഒരു മാനസിക വിഭ്രാന്തി, കാരണം അവൻ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ളൂ. കാരണം അവൻ ചുട്ടിയോ വാങ്ങിച്ചു വെച്ചു, നേരത്തെ ആൾക്കാരെയൊക്കെ ഏത് സമയത്ത് ആ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് ചിന്തിച്ചു. ഒരു പക്ഷേ ഈ ഉമ്മയെ തല്ലിക്കൊന്നത് പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തല്ലിക്കൊന്നെന്ന് പറയാൻ പാടില്ല, പക്ഷെ മനുഷ്യജീവൻ കൊന്നുള്ളത്. പക്ഷേ ആ രീതിയിലാണ്, ഒരുപക്ഷെ ഒരു മൃഗത്തെ തല്ലിക്കൊല്ലുക എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ, അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ചുറ്റി കൊണ്ട് തലക്കടിച്ച് ഒരേ ആയുധം കൊണ്ട് തന്നെ. ആ ചുറ്റിക എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് പോലും കൃത്യമായിട്ട് അറിയാം. വെഞ്ഞാറമൂട്ടിൽ ഇതൊരു കടലിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടാവുക. അവൻ 75 കിലോമീറ്ററോളാണ് ആ ബൈക്കിൽ അന്നത്തെ ദിവസം സഞ്ചരിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന, അല്ലെങ്കിൽ ഈ പോലീസിലെ സൈബർ ക്രൈമിലെ ആൾക്കാരും ഒക്കെ പറയുന്നത്, ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ 1-2 പേരെ കൊന്നെങ്കിൽ ഒന്നെങ്കിൽ അവൻ അവിടുന്ന് തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവൻ ആത്മഹത്യയിലേക്ക് നടക്കും. ഇവൻ എലിവേഷൻ കുടിച്ചെന്ന് പറയപ്പെടുന്നത്, അതായത് ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിക്കൊണ്ടാണ് അവൻ ആ മദ്യ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. അതായത് ഇവരെ കൊന്നു കഴിഞ്ഞിട്ട്, അതായത് ഈ അനിയനെയും പെൺ സുഹൃത്തിനെ കൊന്നതിന് ശേഷം അവൻ അടുക്കള വശത്ത് പോയിരുന്ന് ഈ ഫുൾ ബോട്ടിലും തീർത്തു. അതിലെ ലാസ്റ്റ് ബെഗിലാണ് ഇവൻ ഈ പറയുന്ന എലിവേഷൻ ചേർത്ത് കഴിക്കുന്നത്. ഈ എലിവേഷൻ ചേർത്ത് കഴിക്കുമ്പോഴും അവനെ അറിയാമായിരുന്നു ഒരുപക്ഷെ അവൻ മരിക്കത്തൊന്നുമില്ല, കാരണം മരിക്കാനായതെങ്കിലും നേരത്തെ ചെയ്യുമായിരുന്നു. അതിന് പകരം അവൻ ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. അപ്പം ഇവന്റെ മാനസിക വ്യാപാരം എന്തോന്ന് ചോദിച്ചാൽ അത് ശരിക്കും അവൻ തന്നെ മനസ്സുറന്നേ മതിയാവും. കാരണം ഇവൻ മാനസിക വിഭ്രാന്തി കാണിക്കുന്നുണ്ട്, ഇവൻ മാനസികമായിട്ട് എന്തെങ്കിലും ദൗർബല്യം ഉള്ളവനാണെന്ന് ചോദിച്ചാൽ നാട്ടിൽ അങ്ങനെയുള്ളവർക്കൊന്നും അങ്ങനെ ഒരു അഭിപ്രായമില്ല. അവനെ അങ്ങനെ ആരോടും അങ്ങനെ വഴക്കിനോ പ്രശ്നങ്ങൾക്ക് പോകുന്ന ഒരു വ്യക്തിയല്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്ന് ചിന്തിച്ചാൽ, നമ്മളിപ്പോൾ ഈ കേസിൻ്റെ അപ്പുറം നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയോ, ഇപ്പോൾ ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനു മുമ്പ് അച്ഛനെ അമ്മയും തല്ലിക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചവന്മാർ, അപ്പോൾ കേടാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് നടന്ന കേസ്, തൊട്ട അയൽവാസികളെ 3 പേരെ ചെന്ന് ഇരുമ്പടിക്കടിച്ചു കൊന്നു കളഞ്ഞ കേസ്, അതല്ല എന്നെങ്കിൽ കൂടത്തായി ജോളി, കാരണം ഇതൊക്കെ കാലങ്ങളായിട്ട് കൂട്ടക്കൊല ചെയ്ത കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ഇതിനൊക്കെ ഇവര് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അതിക്രൂരമായ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇതിനെ ന്യായീകരിക്കാനുള്ള കാരണങ്ങളായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഒരാളുടെ ജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ല. ആ തലത്തിലേക്ക് എങ്ങനെയാണ് ആളുകളുടെ ചിന്ത എത്തുന്നതെന്നുള്ളതിന്റെ ഉറവിടമാണ് അറിയേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതായത് പൗർണമി, ഞാൻ ഓവർലാപ്പ് ചെയ്തതിന് സോറി, ഞാനത് പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മറ്റ് കേസുകൾ എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഈ ആലുവ കൂട്ടക്കൊലയൊക്കെ എടുത്ത് കാരണവരൊക്കെ കേസ്, ഇതൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ, അവർക്ക് അവരോടൊരു രക്തബന്ധമോ ഒരു ബോണ്ടിങ്ങോ ഒന്നുമില്ല. പക്ഷെ ഈ അഫാനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവന്റെ കുടുംബം, അല്ലെങ്കിൽ അവന്റെ ബന്ധുമിത്രാദികൾ, തൊട്ടടുത്ത് നിൽക്കുന്നവർ. നമ്മുടെ ഗ്രാൻഡ് പാരന്റിനെ നമ്മൾ തല്ലിക്കൊല്ലുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അനിയനെ ഒരു മനസാക്ഷിയിലെ തല്ലിക്കൊല്ലുക എന്ന് പറയുമ്പോൾ എന്തൊരു മാനസിക വൈകൃതമാണ്. ഇപ്പൊ ഈ കണക്കിന് നോക്കുകയാണെങ്കിൽ ഈ സൗമ്യ വധക്കേസ് അല്ലെങ്കിൽ ഈ നിർഭയ വധക്കേസിലേക്ക് റേപ്പിസ്റ്റുകളെ ഈ പറയുന്ന പോലെ മാറ്റി നിർത്തി നോക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ അതിനേക്കാളും മാരക മനസ്സുള്ള പ്രതികൾ വളർന്നു വരുന്നൊരു നാടെ മാറുകയാണ് പൗർണമി നമ്മുടെ കേരളം. ആണോ അങ്ങനെ ചിന്തിക്കുന്നു? അല്ല, അങ്ങനെ തന്നെയാണല്ലേ ഇത് ഓരോ ദിവസം കഴിയുന്തോറും കണ്ടുവരുന്നത്. അതല്ല, ഇത് എല്ലാവരും സ്വയം ചിന്തിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പൊ ഈ ലഹരി ഉപയോഗമാണെങ്കിലും മദ്യപാനമാണെങ്കിലും എല്ലാം നമ്മളുടെ ഒരു ഇന്ത്യൻ നിയമം അനുസരിച്ച് എല്ലാം അവനവന്റെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് എന്തും ചെയ്യാൻ. പക്ഷെ നല്ല കാര്യങ്ങളിൽ അത് അനുവദിച്ചു കൊടുത്തോ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഏജ് റെസ്ട്രിക്റ്റ് വെച്ചിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു സിനിമയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ ഒരു വയലൻസ് ഉള്ള ഒരു ചിത്രം ഇത്രയും പ്രായമുള്ളവർക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ പുകവലി, ഇതെല്ലാം 18 വയസ്സിന് ശേഷമേ പറ്റുള്ളൂ. എന്നിരുന്നാലും ഈ പ്രായത്തിലുള്ളവർ മാത്രമാണോ ഇതൊക്കെ ഉപയോഗിക്കുന്നത്? അത് അന്വേഷിക്കാനോ നോക്കാനോ ആരെങ്കിലും ഉണ്ടോ?
പൊതുസ്ഥലത്ത് നിന്ന് സിഗരറ്റ് വലിക്കരുത്, മദ്യപിക്കരുത് എന്ന് പറയുമ്പോഴും ഇതെല്ലാം വിൽക്കുന്നുണ്ട്. ഇപ്പം ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ കൊണ്ട് കൊടുത്തിട്ടാണോ എല്ലാവർക്കും മദ്യം കൊടുക്കുന്നത്? ചെന്ന് ചോദിക്കുന്നു, കൊടുക്കുന്നു. അപ്പം ഇത് ആരാണ് ഇത് വിൽക്കുന്നത്? ആർക്കാണ് ഈ പൈസ ചെന്ന് ചേരുന്നത്? അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തന്നെ ആരാണ്? അപ്പൊ ആ ഒരു സംവിധാനം ഇതിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് ബാധ്യതയുണ്ട് പൂർണ്ണമായിട്ടും. പക്ഷെ അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്? എല്ലാ ദിക്കിലും പോലീസുകാരെ വിന്യസിച്ചിട്ട് എല്ലാ രീതിയിലും പരിശോധന നടത്തുന്നുണ്ട്. ഇതിനൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ നടത്തിയിട്ട് എന്ത് മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്? അതെ ഈ കൊലപാതകം എന്ന് പറയുമ്പോൾ നമ്മുടെ അവനെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, ഇത്ര സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, എത്ര സുന്ദരൻ അല്ലേ? ഒരു ഇപ്പൊ ആ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ട് അവനോട് ഇഷ്ടം തോന്നുന്നു. അത്രയ്ക്ക് മിടുക്കനായിട്ടുള്ള ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു പയ്യൻ. അവൻ ചെയ്ത കൊലപാതകം എന്ന് പറഞ്ഞാൽ ആഴങ്ങൾ അവന് മനസ്സിലായിട്ടാണോ അവനത് ചെയ്തിരിക്കുന്നത്? അവന്റെ ജീവിതം ഇനി എന്താണ്? എന്തുകൊണ്ടായിരിക്കും ഇത്രയും വൈരാഗ്യം അവന്റെ വാപ്പയോട്? അല്ലെങ്കിൽ അവന്റെ വാപ്പ നാട്ടിലില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊന്നു കളഞ്ഞത്. ഒരു പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിനെയും അവൻ കൊല്ലുമായിരുന്നു. കാരണം അവന്റെ ഫാമിലിയിലെ സകലര്, അതായത് അച്ഛനോടും അമ്മയോടും അടുത്ത് നിൽക്കുന്നവർ, അവന്റെ അനിയൻ, അതോടൊപ്പം അവന്റെ അമ്മയും അവൻ പക്ഷെ അതിലും വലിയ ഏറ്റവും വിഷമകര കാര്യം, അവർക്ക് ബോധം വന്നവർ ആദ്യം പറഞ്ഞത് കട്ടിൽ നിന്ന് വീണ് എനിക്ക് പരിക്ക് പറ്റിയതാണെന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ അറിയുന്നില്ല. പക്ഷെ അപ്പോഴും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം വീട്ടിലുള്ള ഇവന്റെ മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇവനുള്ള ഫ്രസ്ട്രേഷനും ഒക്കെ ഒട്ടും അറിയാതെയാണോ ഇവൻ ഇത്രയും കാലം ഇത് മൂടി വെച്ചുകൊണ്ടിരുന്നത്? പക്ഷെ അതിന്റെ ഒരു എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വിസ്ഫോടനമായിരുന്നിരിക്കാം ഒരു പക്ഷേ വികാരം തള്ളിച്ചല്ലേ. കാരണം ഈ അനിയനുമായിട്ടുള്ള ഭയങ്കര സ്നേഹബന്ധമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവനുമായിട്ട് ഫുട്ബോൾ കളിക്കാനും അവനുമായിട്ട് കളിയിലും ഒക്കെ ഇവന് ഒപ്പം കൂട്ടിനുണ്ടായിരുന്ന ഒരു വ്യക്തി. അതുപോലെ ഈ ഫർസാനയായിട്ടാണെങ്കിലും നല്ല നല്ല ചിത്രങ്ങളും സെൽഫികളും ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ കാമുകിയോട് മാത്രം വൈരാഗ്യം തോന്നുന്നത്, കാമുകി ചീറ്റ് ചെയ്യുമ്പോഴൊക്കെ വൈരാഗ്യം തോന്നുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമാണ്. സ്വാഭാവികമായിട്ടും അതൊരു ആക്രമണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആക്രമണം മാത്രമല്ല, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തല്ല് കൊടുത്ത് തീർന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൊന്നു കളഞ്ഞേക്കാണ്, ഏതെങ്കിലും ഒരു ആയുധം കൊണ്ട് അങ്ങ് കൊന്നു കളഞ്ഞേക്കുക. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ യുവതലമുറ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരിക്കും?